Welcome to yet another live session from Tiju's Academy, Trivalla. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാച്ചിങ് ഹെഡിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു വീക്കെൻഡായിട്ട് എല്ലാവരും ലൈവിൽ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് ഫാമിലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട സമയത്തും നിങ്ങൾ ഈ ഒരു വീക്കെൻഡായിട്ട് കൂടി നിങ്ങൾ ലൈവ് കാണാനായിട്ട് വില്ലിങ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഈഗറായിട്ട് നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തിലുള്ളവരായിരിക്കും. അപ്പോൾ ഈ ലൈവിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും വെരി വെരി താങ്ക് യു. നിങ്ങൾ അത്ര ആഗ്രഹത്തിൽ ജോയിൻ ചെയ്തവരാണ് ഈ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി അല്ലേ. അപ്പം നിങ്ങളുടെ എഫേർട്ടിന് ഒരു റിസൾട്ട് ഉണ്ടാവട്ടെ. സോ ആസ് യൂഷ്വൽ നമുക്ക് നമ്മുടെ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ എൻ്റെ ലൈവ് സെഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളൊരു പോസിറ്റീവ് കോട്ട് വെച്ചിട്ടാണ് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പലരും ചിന്തിക്കുന്നുണ്ടാവാം മേ ബി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കോട്ടിൻ്റെ ആവശ്യം, ഡയറക്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തുകൂടെ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും. പക്ഷേ എന്താ പറയുക, ചിലപ്പോൾ ഒരു കോട്ട് ഒരാളെ ചിന്തിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോട്ടായിരിക്കാം. ചില കോട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ ചിലപ്പോൾ ഒന്ന് ചിന്തിക്കാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും നമ്മൾ പറയുന്ന ഒരു കോട്ട് കൊണ്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം എന്താ പറയുക മൈൻഡ് സെറ്റിൽ ഒരു ചേഞ്ചസ് വരുത്താനോ എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അത് സാധിക്കട്ടെ. അതിനുവേണ്ടി മാത്രമാണ് ഞാനൊരു കോട്ട് ഷെയർ ചെയ്യുന്നത് ഓൺ എവറി ലൈവ് സെഷൻ. ഓക്കെ, സോ ഇന്നത്തെ നമ്മളുടെ കോട്ട് എന്ന് പറയുന്നത് Don't sit down and wait for the opportunities to come. Get up and make them. അല്ലേ, എന്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ടാണ്. ഇങ്ങനൊരു കോട്ടിന് നമുക്ക് യാതൊരു രീതിയിലുള്ള എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല അല്ലേ. നമുക്കൊരു ഓപ്പർച്യൂണിറ്റീസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വേണ്ടിയിട്ട് വരുമോ? ഇല്ല അല്ലേ. ഓരോ ഓപ്പർച്യൂണിറ്റീസും നമ്മളെ തേടി വരില്ല. നമ്മൾ അതിനെ അന്വേഷിച്ചിറങ്ങി അതിൻ്റെ പോസിബിലിറ്റീസിനെ തിരഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. നോ അതർ ഓപ്പർച്യൂണിറ്റീസ് വിൽ കം ടു യു അല്ലേ. നമ്മളുടെ അടുത്തേക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസും വരില്ല. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്നുള്ളത് നമ്മൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു കംഫർട്ട് സോണിൽ ആ ഒരു രീതിയിൽ നമ്മളിരുന്ന് പോയേ ഉള്ളൂ അല്ലേ. നമ്മളെല്ലാവരും എക്സാം എഴുതുന്നു അല്ലെങ്കിൽ എക്സാം എഴുതി പാസ്സാവണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടാണല്ലേ. അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് നിങ്ങൾ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. So never sit down and wait for that opportunity. Get up and make the opportunities. ഇതായിരിക്കണം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട ഒരു കോട്ട്. സോ യാ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാച്ചിങ് ഹെഡിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പല സ്റ്റുഡൻസിനും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു എന്താ പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രിക്കി ക്വസ്റ്റ്യൻ അല്ലേ. അതുകൊണ്ട് തന്നെ കുറേ ടൈം എടുക്കും ചിലർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഫുൾ ബ്ലാങ്ക് ഔട്ട് ആവുന്നവരുണ്ടാവാം. കാരണം കുറച്ച് ഡിഫിക്കൽട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്കറിയാം. കാരണം നമുക്ക് എന്താ ഒരു പാസേജിൻ്റെ ഫുൾ വായിക്കണം. വായിച്ചാലേ ഏത് ഹെഡിങ് ഏത് ഏത് പാരഗ്രാഫിന് മാച്ച് ആവൂ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് മാച്ചിങ് ഹെഡിങ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. നൗ, one type of questions that test seekers often find tricky in the IELTS is matching heading in the reading test. This question type requires you to match the heading in the question to the correct paragraph or reading session in the text. അപ്പം നമ്മളിവിടെ ബേസിക്കലി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് ഒരു ഹെഡിങ് തന്നിട്ടുണ്ടാവും. ആ ഹെഡിങ്ങിനെ നമ്മളുടെ പാസേജുമായിട്ട് മാച്ച് ചെയ്യാം. അപ്പം നമ്മുടെ ആ ഒരു പാസേജിന് മൊത്തത്തിൽ ഒരു മീനിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റെലവൻ്റ് ആയിട്ടുള്ളൊരു മീനിങ് ഉണ്ടാവും. ആ റെലവൻ്റ് ആയിട്ടുള്ള മീനിങ് എന്താണോ അതിനെയാണ് നമുക്ക് ഹെഡിങ് ആയിട്ട് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ഹെഡിങ്ങും നമ്മുടെ പാസേജുമായിട്ട് പാരഗ്രാഫുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യുക. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ മാച്ചിങ് ഹെഡിങ് എന്താണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണ് എന്നറിയാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. വിൽ ബി ഗെറ്റിംഗ് എ സെറ്റ് ഓഫ് ഹെഡിങ്, മേ ബി അപ് ടു 5 or 10
ഡിപ്പെൻസ് ഒരു ക്വസ്റ്റ്യൻസ് തന്നെ അനുസരിച്ചിട്ടാണ് 5 to 10 ഒക്കെ ആയിരിക്കാം. ആ 10 എണ്ണത്തിൽ നിന്നും നമുക്ക് മേ ബി നമ്മളുടെ പാരഗ്രാഫ് ഒരു 4 to 5 പാരഗ്രാഫ്സ് ഉണ്ടെങ്കിൽ ആ ഓരോ പാരഗ്രാഫിനും നമുക്ക് ഓരോ ഹെഡിങ്സ് കൊടുക്കണം. അതാണ് നമ്മളിവിടെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നൗ there will be always be more heading than paragraphs or sections so that some heading will not be used. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞല്ലേ, എല്ലാ ഹെഡിങ്സും നമുക്ക് ഉപയോഗിക്കേണ്ടതല്ല. ഇപ്പോൾ 5 പാരഗ്രാഫ്സേ ഉള്ളെങ്കിൽ നമുക്ക് 5 ഹെഡിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. ഒരു പാരഗ്രാഫിന് ഒന്നിൽ കൂടുതൽ ഹെഡിങ് എന്തായാലും വരില്ല എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ബാക്കി 10 തന്നിട്ടുണ്ടെങ്കിൽ അത് 5 നമുക്ക് ആൻസർ ആയിട്ട് വരുള്ളൂ. ദറ്റ് rest of the 5 will be eliminated. അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും. ഓക്കെ, it is also possible that some of the text may not be included in the text. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്, ചില ഹെഡിങ്സ് നമുക്ക് ആവശ്യമുള്ളതായിരിക്കത്തില്ല, ജസ്റ്റ് തന്നിട്ടുണ്ടാവുകയുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. മേ ബി റിലേറ്റഡ് ആയിരിക്കുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷേ നോട്ട് മച്ച് റെലവൻറ്റ്, അത്രയും റെലവൻറ്റ് അല്ല ആയിരിക്കും. അങ്ങനെയുള്ളൊരു ഹെഡിങ്സ് നമുക്ക് തരാറുണ്ട്. And this task type is used with the text that contain paragraphs that have clearly defined terms. It tests your ability to recognize the main idea in the paragraph and to identify supporting ideas. നമുക്ക് മെയിൻ ഐഡിയ ആണ് നമുക്ക് ആ ഒരു പാസേജിൻ്റെ ഹെഡിങ് ആയിട്ട് വരുന്നത് അല്ലേ. നമുക്ക് വെറുതെ ഒരു ഹെഡിങ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സിമിലറായിട്ടൊരു മീനിങ് തോന്നിക്കുന്നു എന്ന് കരുതിയിട്ട് നമുക്ക് അതിനെ ഹെഡിങ് ആക്കാൻ പറ്റുമോ? ഹെഡിങ് ആവണമെങ്കിൽ ആ ഒരു ഹെഡിങ്ങിൻ്റെ മീനിങ് എൻറ്റയർലി ആ പാസേജിന് കിട്ടിയിരിക്കണം. അതാണല്ലോ ഹെഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താ പറയുക, നമ്മുടെ മെയിൻ ഐഡിയ ആയിരിക്കണം നമ്മൾ റെക്കഗ്നൈസ് ചെയ്തെടുക്കേണ്ടതും, അതായിരിക്കണം നമ്മുടെ ആ ഒരു പാരഗ്രാഫിൻ്റെ ഹെഡിങ് ആയിട്ട് വരുന്നതും. ഓക്കെ, the question type can be tricky because of the following reason. നമ്മൾ പറഞ്ഞു ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് മാച്ചിങ് ഹെഡിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്തുകൊണ്ടാണ് അത് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആവുന്നത്, അല്ലെങ്കിൽ അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. It take a little more time than other questions to complete. Yes, of course. നമ്മൾ തൊട്ട് മുമ്പ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ ഞാൻ പറഞ്ഞു, മറ്റു ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതൽ കുറച്ചധികം സമയം എടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന എന്താണ് നമ്മളുടെ മാച്ചിങ് ഹെഡിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, കാരണം നമ്മൾ ഒരുപാട് വായിച്ചാൽ മാത്രമേ നമുക്ക് ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി often there are more headings than paragraph. Of course, ഞാൻ അതും നമ്മൾ പറഞ്ഞത് അല്ലേ. 5 പാരഗ്രാഫ് ആണെങ്കിൽ ചിലപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക, 10 ഹെഡിങ്സ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടും അതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആവാനുള്ള ചാൻസ് എന്താണ്, കൂടുതലാണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള 5 ആൻസറും ഇതുമായിട്ട് ചെറിയൊരു രീതിയിലുള്ള സിങ്ക് വരുന്ന മറ്റ് 5 ആൻസറും ആയിരിക്കാം. അപ്പം ആ ചെറിയ രീതിയിലുള്ള സിങ്ക് വരുന്ന ആൻസർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ ഓഫ് കോഴ്സ് നമ്മുടെ ഹെഡിങ് നമ്മൾ ചൂസ് ചെയ്യുന്നത് തെറ്റിപ്പോവും അല്ലേ. അപ്പം അതുകൊണ്ടൊക്കെ ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കി ആവാനുള്ള സാധ്യതകളുണ്ട്. ആൻഡ് സം പാരഗ്രാഫ് ഡോണ്ട് നീഡ് ഹെഡിങ്. ചില പാരഗ്രാഫിന് നമുക്ക് ഹെഡിങ് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കും, ചിലപ്പോൾ അതിന് ചൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടാവില്ല. സം ഹെഡിങ്സ് ഹാവ് ദ സെയിം വേർഡ്സ് ദാറ്റ് ആർ ദ പാരഗ്രാഫ് ബട്ട് ഡോണ്ട് മാച്ച് അല്ലേ. നമ്മളത് എപ്പോഴും പറയുന്ന കാര്യമാണ്. ചില ഹെഡിങ്സിന് നമ്മുടെ പാരഗ്രാഫിലുള്ള സെയിം വേർഡ് വരുന്നുണ്ടാവും. ആ വേർഡ് നമ്മുടെ പാരഗ്രാഫിൽ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഹെഡിങ്ങും പാരഗ്രാഫും മാച്ച് ആവണമെന്നുണ്ടോ? ഇല്ല. We all know that in the reading type of questions, in the reading module, we are not matching the words but matching the meaning. നമ്മൾ മീനിങ് അല്ലെങ്കിൽ ഐഡിയാസിനെയാണ് മാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ചില ഹെഡിങ്സിൽ നമുക്ക് ചില വേർഡ്സ് വരുന്നു എന്ന് കരുതിയിട്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ വേർഡ്സുകളെ തമ്മിൽ മാച്ച് ചെയ്യരുത്. ഐഡിയാസിനെ അല്ലെങ്കിൽ മീനിങ്ങിനെ മാത്രമേ മാച്ച് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇതുകൊണ്ടൊക്കെ തന്നെ അല്ലെങ്കിൽ ഇതുപോലുള്ള ചില റീസൺസ് കൊണ്ടാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് ട്രിക്കി ആയിട്ട് തോന്നുന്നത്. ക്ലിയർ? നൗ നമുക്കിനി കുറച്ച് സ്ട്രാറ്റജീസ് ആവശ്യമാണ്. ഏതൊരു കൈൻഡ് ഓഫ് മൊഡ്യൂൾസ് ഏത് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിലും നമുക്ക് കുറച്ച് എന്താ പറയുന്നത് സ്ട്രാറ്റജീസ് വേണം, ടിപ്സ് വേണം. അപ്പം നമുക്ക് കുറച്ച് സ്ട്രാറ്റജീസ് നോക്കാം. എന്തൊക്കെ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. The first one is, first read each heading.
അല്ലേ? ഓരോ ഹെഡിങ് നമ്മൾ വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. Try to completely understand the meaning of each heading by reading all of them thoroughly. Understanding the main idea of the heading can be made easier by paraphrasing. അതെ, എന്താ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ? നമ്മൾ ഓരോ ഹെഡിങ്ങിനെയും വേർഡ് ബൈ വേർഡായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് മനസ്സിലാക്കി വായിക്കുക, തറവായിട്ട് വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ടിപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്ട്രാറ്റജി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഡയറക്റ്റ്ലി പാരഗ്രാഫിലേക്ക് പോവാതെ നമ്മൾ ആ ഓരോ ഹെഡിങ്സ് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ വാട്ട് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ മെയിൻ ഐഡിയ. ആ ഒരു ഹെഡിങ്ങിൻ്റെ മെയിൻ ഐഡിയ എന്താണ്, അവരൊരു മെയിൻ ഐഡിയ പറഞ്ഞേക്കുന്നത് അത് മനസ്സിലാക്കുക. നൗ ദ സെക്കൻഡ് വൺ ഇസ് സർക്കിൾ കീവേഡ്സ് വിത്തിൻ ദ ഹെഡിങ്സ്. Underline or circle keywords in each heading such as name, place, date and nouns once you have read them carefully. Connecting the correct heading to the appropriate paragraph may become easier with this step. അപ്പം ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ കീവേഡ്സിനെ സർക്കിൾ ചെയ്ത് വെക്കുകയാണ് അല്ലേ? എങ്ങനെ നമുക്ക് സർക്കിൾ ചെയ്ത് വെക്കാൻ പറ്റും? നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ആ ഒരു ഹെഡിങ്ങിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു നെയിം തന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു പ്ലേസ് തന്നിട്ടുണ്ടാവാം, ക്യാൻ ബി എ ഡേറ്റ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് തന്നിട്ടുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ ഹെഡിങ് ആയി വരുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങളൊന്ന് സർക്കിൾ ചെയ്ത് വെക്കുക. അത് സർക്കിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ പാരഗ്രാഫിലേക്ക് ഈസി ആയിട്ട് നമുക്ക് പോകാനും, അല്ലെങ്കിൽ ആ ഒരു നെയിമിൻ്റെ എവിടെയെങ്കിലും ചിലപ്പോൾ ഒരു നെയിം വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു നെയിമിനെ നമ്മുടെ പാരഗ്രാഫിൽ പോയി നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പ്ലേസ് തന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലേസിനെ നമുക്ക് നമ്മുടെ പാരഗ്രാഫിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന കീവേഡ്സ് ഉണ്ടാവാം നമ്മുടെ ഹെഡിങ്ങിൽ. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? circle ചെയ്ത് വെക്കുക. That will be very much helpful for you doing these kind of matching heading questions. Now the third one. Any similarities or differences between the headings should be noted. In this type of questions, headings are often very similar or completely opposite. Similarities and difference will become clearer among the headings once you have picked out keywords. This will make choosing an option clear. അപ്പം നമ്മുടെ ഹെഡിങ്സിൽ എന്തെങ്കിലും ഒരു സിമിലാരിറ്റീസോ ഡിഫറൻസോ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബിക്കോസ് ദിസ് വിൽ ബി ക്ലിയർ ആൻഡ് വൺസ് യു പിക്ഡ് ഔട്ട് ദീസ് കീവേഡ്സ് ദിസ് വിൽ മേക്ക് ചൂസിങ് ആൻ ഓപ്ഷൻ ക്ലിയർ. ഒരു ഓപ്ഷൻ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻസിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ പറയുന്ന ഓപ്ഷൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഓപ്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ഓക്കെ, now the fourth one, read the first and the last sentence of the paragraph. ഇത് ചിലർ നമ്മുടെ ക്ലാസ്സസിൽ സ്റ്റുഡൻസ് പറയുന്ന കേട്ടിട്ടുള്ള ഒരു ട്രിക്കാണ്. അത് എത്ര ഒരു എക്സ്റ്റെൻഡ് വരെ ഹെൽപ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ചില സിറ്റുവേഷൻസിൽ ചില പാസേജ് ചില കേസസിൽ മാത്രം ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് ഐ ഡോണ്ട് റിയലി റെക്കമെൻഡ് ദിസ് വിത്ത് എവ്രിബഡി. കാരണം ഫസ്റ്റ് ലൈനോ അല്ലെങ്കിൽ ലാസ്റ്റ് ലൈനോ വായിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു പാസേജിൻ്റെ എൻറ്റയർ ഐഡിയ കിട്ടണം എന്നില്ല. പക്ഷെ അങ്ങനെ വായിച്ചും ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് അപ്പോൺ യു. നിങ്ങൾക്ക് അങ്ങനെ വായിച്ച് കിട്ടുന്നോ എന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് ഓർ ദ ലാസ്റ്റ് സെൻറ്റൻസ് ഓഫ് എ പാരഗ്രാഫ് ഓഫൻ കണ്ടെയ്ൻ ദ മെയിൻ ഐഡിയ. ഇറ്റ് ഈസ് ഗുഡ് പ്രാക്ടീസ് ടു റീഡ് ദിസ് സെൻറ്റൻസ് കെയർഫുള്ളി ആസ് ഇറ്റ് വിൽ സേവ് ടൈം. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് to skim other sentence quickly within the paragraph because the main idea might not be apparent until the second or the third sentence. Okay, അതായത് ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും വായിച്ചാൽ ഓൾമോസ്റ്റ് ചില മാച്ചിങ് ഹെഡിങ് ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസേഴ്സ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ഐഡിയ നമുക്ക് ആ ഒരു ഫസ്റ്റ് ലൈനിലോ ലാസ്റ്റ് ലൈനിലോ തരാനുള്ള ചാൻസസ് ഉണ്ട്. ദാറ്റ് ഈസ് നോട്ട് എ 100%, ഇറ്റ് ഈസ് അപ് ടു 90%. അത്രയേ ഉള്ളൂ. 100% ആയിട്ട് ഞാൻ ആർക്കും റെഫർ ചെയ്യില്ല. ഒരു 90% ചാൻസസ് ആ ദെയർ ഇല്ല എന്ന് പറയുന്നില്ല. അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു ആദ്യം തന്നെ ഫസ്റ്റ് ലൈനും ലാസ്റ്റ് സെൻറ്റൻസും ഫസ്റ്റ് സെൻറ്റൻസ് ആൻഡ് ലാസ്റ്റ് സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കുക. അതിലെവിടെയെങ്കിലും നിങ്ങളുടെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ദെൻ ദാറ്റ് വിൽ സേവ് യുവർ ടൈം. ഓർ ഇഫ് എൽസ് നിങ്ങൾക്ക് ഫുൾ വായിക്കുന്നതായിരിക്കും ബെറ്റർ. Then
The headings that is almost suitable for the paragraph should be chosen. Choose the heading that most closely matches the paragraph once you have read through them again. Make a note if you are unsure of the difference between multiple headings and more on. You may be able to cross some heading options out and answer may become clear once you are read all the paragraph. Remember, a heading is the main idea of the paragraph, such as matching words may be in the heading, but it may not be the main idea. It can be confusing to the test takers. Okay. നമ്മുടെ ഹെഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാരഗ്രാഫിൻ്റെ ഒരു മെയിൻ ഐഡിയ ആണ്. നമ്മൾ മുമ്പേയും പറഞ്ഞു, ആദ്യം നമ്മളുടെ ലൈവ് തുടങ്ങിയ സമയത്തും ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ നമ്മുടെ മെയിൻ ഐഡിയ അല്ലാതെ ആ ഒരു പാരഗ്രാഫിനോട് സിമിലർ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഏകദേശം ചെറിയൊരു ഐഡിയ വരുന്ന ഓപ്ഷൻസും തരാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് in this matching heading questions, you have to select the most suitable heading. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ദ മെയിൻ ഐഡിയ ആയിട്ട് വരുന്ന ഒരു ഹെഡിങ്ങിനെ മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇനി 1-2 ടിപ്സ് വേറെ ഉണ്ട്. അത് ഇറ്റ്സ് നോട്ട് ഇൻ അവർ സ്ലൈഡ്. ഐ വിൽ റീഡ് ഇറ്റ് ഔട്ട്. First, the next one after 5, അല്ലേ? 6th one is read one paragraph at a time. Again, spend more time with the first and the last sentence of a paragraph trying to identify the main idea. Okay, നമ്മൾ ഒരു പാരഗ്രാഫ് അറ്റ് എ ടൈം ഒരെണ്ണം വായിക്കാനായിട്ട് ശ്രമിക്കുക. സെയിം ലൈക്ക് ഐ സെഡ് ഇൻ ദ 4th പോയിന്റ് അല്ലെങ്കിൽ 4th സ്ട്രാറ്റജിയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് സെൻറ്റൻസും ലാസ്റ്റ് സെൻറ്റൻസും ഒന്ന് വായിക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക. ഇതൊരു ടൈം സേവിങ് പ്രോസസ് ആണ്. നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം ഐഡിയ കിട്ടുന്നുണ്ടോ എന്നുണ്ട്. ഇല്ലെങ്കിൽ ഫുള്ള് തന്നെ വായിക്കാൻ ശ്രമിക്കുക. റീഡ് യുവർ ഓൺ ഹെഡിങ് create your own heading. As soon as you have skimmed through the paragraph, think of your own heading or short sentence that summarize what you have read. Your heading should encompass the main idea and not just specific details. നമ്മൾ ഈ ഒരു സാധനം ഒന്ന് സ്കിം ചെയ്ത് അല്ലെങ്കിൽ പാരഗ്രാഫിൽ കൂടി ഒന്ന് പോയിട്ട് നമ്മൾ ആ ഐഡിയനെ നമ്മൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ഈ ഒരു പാരഗ്രാഫിന് ഇത് ഇങ്ങനെ ഒരു ഹെഡിങ് വരാമായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ ലിസ്റ്റ് ഓഫ് ദാറ്റ് ഹെഡിങ് ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നതുമായിട്ട് ഏതെങ്കിലും ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ആൻസർ വന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും പറ്റും. ആ ഒരു ഹെഡിങ് അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ ഏകദേശം ഇതായിരിക്കാം അല്ലെങ്കിൽ ഇതായിരിക്കാം വരുന്നത് എന്ന് നമുക്കൊന്ന് നമ്മുടേതായ രീതിയിൽ പാരഫ്രേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രൈ ടു ക്രിയേറ്റ് യുവർ ഓൺ ഹെഡിങ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എനിക്ക് തന്നെ ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. Read each individual heading. For a complete understanding of the meaning, read the heading thoroughly. This time, try to choose a heading that is closely related to the heading that you made up for the same paragraph. Again, make notes of multiple options that may fit the paragraph and move on. As you read more paragraph, you may be able to eliminate the options, mark keywords that are not similar and different, as this will aid in eliminating headings with similar meaning. അല്ലേ? നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ ഹെഡിങ്ങും നമ്മൾ ക്ലിയർ ആയിട്ട് ഓരോ ഹെഡിങ് വായിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് റെലവൻറ്റ് അല്ല എന്ന് തോന്നുന്ന ചില ഓപ്ഷൻസ് അല്ലെങ്കിൽ ഹെഡിങ് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അല്ലേ? നമ്മൾ പറഞ്ഞു അഡീഷണലായിട്ട് എന്തായാലും കുറച്ച് അഡീഷണൽ ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് ലൈക്ക് മാച്ചിങ് ഹെഡിങ്സ് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നത് നമ്മളൊരു 1-2 പ്രാവശ്യം അല്ലെങ്കിൽ 2-3 പ്രാവശ്യം നമുക്ക് വായിക്കുമ്പോൾ അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നൗ ദ ജനറൽ ടിപ്സ്. ഇനി നമുക്ക് എന്താ കുറച്ച് ജനറൽ ആയിട്ടുള്ള ഒരു ചെറിയ ടിപ്സും കൂടെ ഒന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. Be as efficient with your time as possible when choosing the correct heading for both strategies, as this can be very time consuming. Make a note of all answers and move on to the next paragraph if you are unsure of the difference between 1 or 2 headings. അല്ലേ?
നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു മൊഡ്യൂൾ തന്നെയാണ്, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ പറയുന്ന മാച്ചിങ് ഹെഡിങ് ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ ആൻസേഴ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ അല്ല ഓരോ പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെറിയൊരു നോട്ട് പോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇഫ് യു ആർ അൺഅവെയർ ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 or more ഹെഡിങ്സ്, നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഇഫ് യു ആർ അൺഅവെയർ ട്രൈ ടു മേക്ക് എ സിമ്പിൾ നോട്ട്, ചെറിയൊരു നോട്ട് ഒന്ന് എഴുതി വെക്കാനായിട്ട് നോക്കുക. ആൻഡ് എലിമിനേറ്റിംഗ് പോസിബിൾ ആൻസേഴ്സ് ആസ് യു റീഡ് ഫർദർ ഇൻ ടു ദ പാസേജ് മേ ബി ആൻ ഓപ്ഷൻ. Crossing out the heading on the text booklet once you are unsure have the correct heading for the paragraph or having eliminated an option is a good practice. This result is less time spent on the repeatedly reading the same heading. നമുക്ക് സ്യൂട്ടബിൾ അല്ല എന്ന് തോന്നുന്ന അല്ലെങ്കിൽ റെലവൻറ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഹെഡിങ്ങിനെ അല്ലെങ്കിൽ 1 or 2 ഇത്രയാണോ അതിനെല്ലാം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കട്ട് ചെയ്ത് പോകുക. വിച്ച് മീൻസ് ഗീവ് ആൻ ഇൻറ്റു മാർക്ക് ഇൻ ഫ്രണ്ട് ഓഫ് സച്ച് ഹെഡിങ്സ്. അതിൻ്റെ മുമ്പിൽ ഒരു ഇൻറ്റു മാർക്ക് കൊടുക്കുക. അങ്ങനെ ചെയ്തു പോയാൽ വീണ്ടും നിങ്ങൾക്കിത് വീണ്ടും വായിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു പ്രാക്ടീസ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹെഡിങ്ങിനെ നിങ്ങൾ വീണ്ടും വായിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇൻസ്റ്റെഡ് നിങ്ങൾക്ക് ഏറ്റവും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള മേ ബി 1 or 2 ആ ഒരു ലിസ്റ്റ് ആ ഒരു ഹെഡിങ് മാത്രം വായിച്ചു പോയാൽ മതിയാവും. Then, finally, skimming is an essential skill for time-consuming question types such as matching headings. This skimming also provides you more time to do other questions within the reading session. നമുക്ക് ഏറ്റവും റീഡിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക്, എസ്പെഷ്യലി ഇൻ ദിസ് മാച്ചിങ് ഹെഡിങ് ക്വസ്റ്റ്യൻസ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്കിമ്മിങ് എന്നൊരു പ്രോസസ്സ് മാത്രമാണ്. ഫുള്ള് വായിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നവർക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ സ്കിമ്മിങ് ആൻഡ് റീഡിംഗ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ആണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വായിച്ചു പോകാം. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, മുഴുവൻ പാരഗ്രാഫ് വായിച്ചിട്ടാണ് അല്ലേ നമ്മൾ ആൻസേഴ്സിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാരഗ്രാഫിനെ റിലേറ്റ് ചെയ്യുന്ന മറ്റേതൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എവിടെയോ വായിച്ച പോലത്തെ ഒരു തോട്ട് നമുക്ക് വരും. പെട്ടെന്ന് ആൻസേഴ്സ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. So, what you are most comfortable with as well as how much time you have to spend on the question will help you find the best strategy. And when tackling matching heading questions, this will also become more apparent through practice. നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും പലതവണത്തെ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്റ്റെൻഡ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ പലതവണത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ഡിഫിക്കൽട്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസിനെ ഒരുപാട് സമയം കൊടുത്ത് ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ പല തവണ ആ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കതിൽ എക്സ്പേർട്ട് ആവാനായിട്ട് പറ്റുള്ളൂ. സോ സ്പെൻഡ് യുവർ ടൈം മോസ്റ്റ് ഓൺ സച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ഗെറ്റ് ദ ബെസ്റ്റ് റിസൾട്ട് ഔട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. നമ്മളിവിടെ എന്തൊക്കെ സ്ട്രാറ്റജീസ് വേണമെന്ന് പറഞ്ഞു, എന്താണ് മാച്ചിങ് ഹെഡിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് നമ്മൾ ഷെയർ ചെയ്തു. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ ഇത് മാത്രം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് എന്ത് വേണം, പ്രാക്ടീസ് വേണം. അപ്പോൾ പ്രാക്ടീസ് നെക്സ്റ്റ് ലൈവിൽ നമ്മൾ ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും. സോ ഐ വിൽ ബി കമ്മിങ് വിത്ത് യെറ്റ് അനദർ ലൈവ് ഓൺ വിത്തിൻ 1 week അല്ലെങ്കിൽ നെക്സ്റ്റ് സാറ്റർഡേ ഞാൻ വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ലൈവ് സെഷനിൽ കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യനെ പറ്റിയിട്ട് എന്താണെന്ന് മനസ്സിലാക്കാം. സോ താങ്ക് യു ഫോർ ഓൾ ഹൂ ജോയിൻഡ് ആ ലൈവ് സെഷൻ. വൺസ് അഗെയിൻ അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ബൈ.